ചാണക്യൻ വെബ് സീരിയൽ ഭാഗം 6. മണി ടെക് മീഡിയയ്ക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് സാധാരണ ജനങ്ങൾക്കും പാവങ്ങൾക്കും പ്രയോജനപ്രദമായ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തണമെന്ന് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനോട് നിർദ്ദേശിക്കുന്നു. രാജ്യങ്ങൾ കീഴടക്കി ചക്രവർത്തിയായതുകൊണ്ട് മാത്രം ജനങ്ങളുടെ അംഗീകാരം ലഭിക്കില്ല. ചിലപ്പോൾ ഭയന്ന് ചക്രവർത്തിയെ അനുസരിച്ചു എന്ന് വരാം. എന്നാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ അംഗീകാരം നേടുന്ന രാജാവാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ള രാജാവ്. അത്തരം രാജാക്കന്മാർക്കെന്നും ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടായിരിക്കും. അവരാണ് ചരിത്ര പുരുഷന്മാരായി തീരുന്നത്. പർവ്വതക രാജാവായ മലയകേതുവിന്റെ സംരക്ഷണയിൽ കഴിയുന്ന അമാത്യ രാക്ഷസനെ മഗധയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ചാണക്യന്റെ ആഗ്രഹം. ചാണക്യൻ അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ അമാത്യ രാക്ഷസനാകട്ടെ ചന്ദ്രഗുപ്ത മൗര്യനെയും ചാണക്യനെയും വധിക്കുന്നതിനു വേണ്ടി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഒരു ദിവസം അമാത്യ രാക്ഷസന്റെ ചാരന്മാർ കൊട്ടാരം വൈദ്യനെ സമീപിച്ചു. അമാത്യ രാക്ഷസൻ ധനനന്ദ മഹാരാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തെ കൊട്ടാരം വൈദ്യനാണ് ഇപ്പോഴും ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരം വൈദ്യൻ. അതുകൊണ്ട് ചാരന്മാർക്ക് കൊട്ടാരം വൈദ്യനെ സ്വാധീനിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യന് മരുന്നിൽ വിഷം നൽകി വധിക്കുന്നതിനു വേണ്ടി കൊട്ടാരം വൈദ്യരെ ചുമതലപ്പെടുത്തി. അതിന് ധാരാളം സ്വർണം പ്രതിഫലമായി നൽകി. കൃത്യനിർവഹണം നടത്തിക്കഴിഞ്ഞാൽ വലിയ സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും നൽകുമെന്നറിയിച്ചു. ഈ ഗൂഢാലോചനയുടെ ഫലമായി ചന്ദ്രഗുപ്ത മൗര്യനെ അവസരം കിട്ടുമ്പോൾ വിഷം കൊടുത്തു വധിക്കുന്നതിനു വേണ്ടി കൊട്ടാരവൈദ്യൻ തയ്യാറാവുകയും അതിനുള്ള സമയവും സന്ദർഭവും കാത്തിരിക്കുകയും ചെയ്തു. ചാണക്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ ബഹുലമായ ജീവചരിത്രം ചാണക്യൻ എന്ന പേരിൽ ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടി നസീർ ഖാൻ സാഹിബ് ആണ് വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഡിസി ബുക്സിന്റെ എല്ലാ ശാഖകളിലും പുസ്തകം ലഭ്യമാണ്. പുസ്തകം ഡിസി ബുക്സിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈൻ ആയി വാങ്ങാവുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വൈദ്യർക്ക് അത്തരമൊരു സന്ദർഭം ഒത്തുകിട്ടി. മഹാരാജാവിന് ചെറിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. ഉടൻ തന്നെ കൊട്ടാരം വൈദ്യനെ വിളിപ്പിച്ചു. കൊട്ടാരം വൈദ്യൻ ഹാജരായി. വിശദമായ പരിശോധന നടത്തിയ ശേഷം വൈദ്യർ പറഞ്ഞു, രക്തത്തിന്റെ കുറവുണ്ട്, അതാണ് ക്ഷീണം. രക്തം വർദ്ധിക്കുവാനും ഉന്മേഷമുണ്ടാകാനുമുള്ള ഒരു പരമ്പരാഗത മരുന്ന് അടിയനറിയാം. ഇന്നു തന്നെ അത് തയ്യാർ ചെയ്ത് ഞാൻ കൊണ്ടുവരാം. അന്നു വൈകുന്നേരം കൊട്ടാരം വൈദ്യൻ മഹാരാജാവിന് ഉന്മേഷവും രക്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുമായി കൊട്ടാരത്തിലെത്തി. അപ്പോൾ ചാണക്യനും സമീപത്തുണ്ടായിരുന്നു. മരുന്നുമായി എത്തിയ വൈദ്യരെ ചാണക്യൻ അടിമുടി ഒന്ന് നോക്കി. കൊട്ടാരം വൈദ്യരുടെ മുഖം പെട്ടെന്ന് വിളറി വെളുക്കുകയും ശരീരമാകെ വിറയലുമുണ്ടായി. ചാണക്യൻ കൊട്ടാരം വൈദ്യരോട് പറഞ്ഞു, വൈദ്യർക്കും അല്പം ക്ഷീണം തോന്നുന്നു. അതുകൊണ്ട് ഈ മരുന്നിന്റെ പകുതി പകത്തു കുടിക്കുക. മഹാരാജാവിന് പകുതി മതി. ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് മഹാരാജാവിന് അല്പമെങ്കിലും ഉന്മേഷം തോന്നുകയാണെങ്കിൽ അടുത്ത ദിവസം കഴിക്കാം. അടുത്ത ദിവസം വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടു വന്നാ മതി. കൊട്ടാരം വൈദ്യരെ മരുന്ന് കഴിക്കാൻ ചാണക്യൻ നിർബന്ധിച്ചപ്പോ കൊട്ടാരം വൈദ്യർക്ക് ഒഴിഞ്ഞുമാറാൻ നിർവാഹമില്ലാതായി. ഒഴിഞ്ഞുമാറിയാൽ താൻ വിഷമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും തൽക്ഷണം തന്നെ വധിക്കുകയും ചെയ്യും. പകുതി മരുന്നായതുകൊണ്ട് ചിലപ്പോൾ മരുന്നിൽ വിഷത്തിന്റെ അംശം കുറവാണെങ്കിൽ താൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സില്ലാ മനസ്സോടെ പകുതി മരുന്ന് വേറൊരു പാത്രത്തിൽ പകർന്ന് വൈദ്യർ കുടിച്ചു. അല്പസമയത്തിനുള്ളിൽ കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ചെയ്തു. തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ അമാത്യ രാക്ഷസനാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. ഒരു ദിവസം ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യനോട് ചോദിച്ചു, ഇത്രയൊക്കെ ക്രൂരത അമാത്യ രാക്ഷസൻ നമ്മളോട് കാട്ടിയിട്ടും നമ്മൾ ഇനിയും അയാളോട് ക്ഷമിക്കുന്നത് ശരിയാണ്? രാജ്യത്ത് വിശ്വസ്തരും ബുദ്ധിമാന്മാരുമായി ധാരാളം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആരെയെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? അതിദീപ്തോപി ഖദ്യോത ന പാവക. അതിദീപ്തമാണെങ്കിലും ഖദ്യോതം പാവകനാകുന്നില്ല. മിന്നാമിനുങ് എത്ര കണ്ടു പ്രകാശിച്ചാലും അഗ്നിയാകുന്നില്ല. അഗ്നിക്കുള്ള അത്ര പ്രകാശം അതിനുണ്ടാകില്ല.
അഗ്നി ശക്തനാണ്. മിന്നാമിനുങ്ങിന് അല്പം പ്രകാശമുണ്ടെങ്കിലും അതിന് ദാഹശക്തി തീരെയില്ല. അതിനാൽ എത്ര ജ്വലിച്ചാലും അത് അഗ്നി തുല്യമാകില്ല. അതുപോലെ ഒരാൾ ബാഹ്യമായ വേഷവിധാനം കൊണ്ടും മറ്റും എത്ര ശോഭിച്ചാലും കഴിവും ഗുണവും ഉണ്ടാകണം എന്നില്ല. അത് പ്രവൃത്തിയിൽ നിന്നറിയേണ്ടതാണ്. അതിപ്രവൃദ്ധ ശാൽമലീന വാരണസ്തംഭ. അതിപ്രവൃദ്ധമായ ശാൽമലി വാരണസ്തംഭമാകില്ല. അന്തസാരശൂന്യമായ വസ്തു കഠിനകാര്യം സാധിക്കുന്നതിന് പര്യാപ്തമല്ല. ഇലവിന്റെ തടി എത്ര വളർന്നാലും ആളാനമുണ്ടാക്കാൻ അത് പറ്റില്ല. ആനയെ തളയ്ക്കേണ്ട ആളാനത്തിന് ഈടുള്ള തടി വേണം. ഇലവ് അത് നിർമ്മിക്കാൻ യോഗ്യമല്ല. ഇലവ് വളരെ വണ്ണം വയ്ക്കുന്ന മരമാണ്, എന്നാൽ അതിൻ്റെ തടി ഒന്നിനും കൊള്ളില്ല. 60 വർഷ സഹസ്രാണി തിഷ്ടതി ശാൽമലി എന്ന് പറയുന്നു. ആകാര സൗഷ്ഠവം കൊണ്ട് ഒരാളുടെ കായബലം നിർണയിക്കരുത്. മേധസ്സു കൂടി തടിച്ച ദേഹം മിക്കവാറും അന്തസാരശൂന്യമായ ഇലവൻ തടി പോലെയാണ്. അതിദീർഘോപി കർണികാരോ നാ മുസലി. അതിദീർഘമായാലും കർണികാരം മുസലിയാകുന്നില്ല. കർണികാര വൃക്ഷം വളരെ നീളത്തിൽ വളരുന്നു, എന്നാൽ ഉലയ്ക്കയ്ക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. കട്ടിയില്ലാത്തതിനാൽ ഉലയ്ക്കയ്ക്ക് നീളവും കാഠിന്യവും വേണം. എത്ര നീളമുണ്ടെങ്കിലും കട്ടിയില്ലാത്തത് ഉലയ്ക്കയ്ക്ക് പറ്റില്ല. ആകൃതി കൊണ്ട് മാത്രം ഒരാളുടെ ഗുണം, സ്വഭാവം ഇവ നിർണയിച്ചുകൂടാ എന്നു സാരം. പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിനും വ്യത്യസ്ത ഗുണങ്ങളാണുള്ളത്. ഒന്നിനു പകരം വയ്ക്കാൻ മറ്റൊന്നിന് കഴിയില്ല എന്ന് ചാണക്യൻ ഈ ശ്ലോകങ്ങളിലൂടെ പറയുകയാണ്. അമാത്യരാക്ഷസനു പകരം വയ്ക്കാൻ ഈ കാലഘട്ടത്തിൽ മഗധയിൽ മറ്റൊരു ബുദ്ധിരാക്ഷസനും വിശ്വസ്തനുമായ ഒരാളുമില്ല. ചാണക്യന്റെ വിശദീകരണമെല്ലാം കേട്ട ശേഷം ചന്ദ്രഗുപ്ത മൗര്യൻ ചോദിച്ചു, എത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും നമ്മളെ വിടാതെ പിന്തുടർന്നു നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അമാത്യരാക്ഷസനെ എങ്ങനെ വിശ്വസിക്കും? അതിനു ചാണക്യൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഒരാളുടെ വിശ്വാസ്യത അളക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ ചോദിച്ചു, ഗുരു, അമത്യരാക്ഷസനിൽ അങ്ങ് കാണുന്ന വിശ്വാസ്യതയുടെ ലക്ഷണങ്ങൾ എന്താണ്? അധികാരവും സമ്പത്തുമുള്ളവരോട് അടുത്തുകൂടുകയും സേവനം ചെയ്യുകയും അവരോട് വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. കാരണം അവർ കാണിക്കുന്ന ആ വിശ്വസ്തതയും സേവനത്തിന് പകരമായി അവർക്ക് പ്രതിഫലം ലഭിക്കും. എന്നാൽ തന്റെ യജമാനന് സമ്പത്തും അധികാരവും നഷ്ടപ്പെടുമ്പോൾ ചിലർ ഉപേക്ഷിച്ചു പോകും. എന്നാൽ വേറെ ചിലർ അവരെ വീണ്ടും സേവിക്കുകയും അവരോട് വിശ്വാസ്യത പുലർത്തുകയും ചെയ്യും. കാരണം യജമാനനു വീണ്ടും അധികാരവും സമ്പത്തും ലഭിക്കുമെന്നും അപ്പോൾ ആപത്തുകാലത്ത് കൂടെ നിൽക്കുന്ന തനിക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കുമെന്നും ഉള്ള വിശ്വാസ്യതയോടുകൂടി ആപത്തുകാലത്ത് യജമാനനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ രാക്ഷസന്റെ കാര്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇനി ഒരിക്കലും അധികാരമോ പണമോ പ്രശസ്തിയോ ഒന്നും തനിക്ക് തിരികെ ലഭിക്കില്ല എന്ന് പൂർണ്ണമായും ഉറപ്പായ ശേഷവും അമാത്യരാക്ഷസൻ തന്റെ കൂറും വിശ്വാസ്യതയും പ്രതിബദ്ധതയും നന്ദമഹാരാജാവിനോട് പുലർത്തി വരികയാണ്. ഈ കൂറും വിശ്വാസ്യതയും ലോകത്ത് ലഭിക്കുന്നതല്ല, അപൂർവമായി മാത്രം ലഭിക്കുന്നതാണ്. ഇത്തരം അപൂർവമായി ലഭിക്കുന്ന വ്യക്തികളെയാണ് നമുക്കാവശ്യം. ഒരിക്കലും തിരിച്ചു വരാത്ത യജമാനു വേണ്ടി എല്ലാ അപകടങ്ങളും തരണം ചെയ്ത് വിശ്വാസ്യത പുലർത്തുക എന്നതാണ് വിശ്വസ്തതയുടെ യഥാർത്ഥ മാനദണ്ഡം. ചന്ദ്രഗുപ്ത മൗര്യനോട് അമാത്യരാക്ഷസനെ പുകഴ്ത്തിപ്പറഞ്ഞെങ്കിലും കൂടുതൽ അപകടകാരിയാകുന്നതിന് മുമ്പ് അമാത്യരാക്ഷസനെ തടവിലാക്കണം എന്ന് ചാണക്യൻ തീരുമാനിച്ചു. അമാത്യരാക്ഷസനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നറിയുന്നതിനു വേണ്ടി ചന്ദ്രദാസന്റെ വീട്ടിൽ ചാണക്യന്റെ ചാരന്മാർ പരിശോധന നടത്തുന്നു. ചന്ദ്രദാസന്റെ വീട്ടുമുറ്റത്തു നിന്ന് അമാത്യരാക്ഷസന്റെ മുദ്ര പതിച്ച മോതിരം ലഭിക്കുന്നു. ഈ മുദ്രമോതിരം ചാരന്മാർ ചാണക്യനെ ഏൽപ്പിക്കുന്നു. ചാണക്യൻ ഉടൻ തന്നെ ചന്ദ്രദാസന്റെ കുടുംബാംഗങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ ഉത്തരവിടുന്നു. അതിനനുസരിച്ച് ചാരന്മാർ ചന്ദ്രദാസന്റെ ഭാര്യയെയും മക്കളെയും ചാണക്യന്റെ മുമ്പിൽ ഹാജരാക്കി. അദ്ദേഹം ചന്ദ്രദാസന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുമ്പോൾ ഭാര്യ പറയുന്നു, ഈ മോതിരം എന്റെ ഭർത്താവ് നൽകിയതാണ്. മുറ്റമടിക്കുന്നതിനിടയിൽ എന്റെ കയ്യിൽ നിന്ന് മോതിരം നഷ്ടമായതാണ്. ചന്ദനദാസിനെ കുറിച്ച് ഏതാനും ദിവസങ്ങളായി ഒരറിവുമില്ല.
ഇതു കേട്ട ചാണക്യൻ അവരെ സുരക്ഷിതമായി താമസിക്കുവാൻ കൊട്ടാരത്തിനു പുറത്തുള്ള ഒരു സ്ഥലം ഏർപ്പാടാക്കുകയും അവരെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിക്കുന്നു. അമാത്യാരാക്ഷസൻ രാജ്യദ്രോഹിയാണെന്നും അയാളെ സഹായിച്ച ചന്ദനദാസ് രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും ആയതിനാൽ ചന്ദനദാസിന്റെ കുടുംബാംഗങ്ങളെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി തടവിലാക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ചന്ദനദാസ് കീഴടങ്ങിയില്ലെങ്കിൽ തടവിലാക്കിയ ബന്ധുക്കളെ വധിക്കുമെന്നും പെരുമ്പറകൊട്ടി നാടുനീളെ അറിയിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദനദാസ് നേരിട്ട് ഹാജരായി തന്റെ കുടുംബാംഗങ്ങളെ വധിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു. ചന്ദനദാസിനെ ചോദ്യം ചെയ്തു എങ്കിലും അമാത്യ രാക്ഷസനെ കുറിച്ച് യാതൊരു വിവരവും നൽകിയില്ല. തുടർന്ന് ചന്ദനദാസിനെ ചാണക്യൻ തടവിലടച്ചു. ചാണക്യനെയും ചന്ദ്രഗുപ്ത മൗര്യനെയും വധിക്കാനുള്ള തന്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ട അമാത്യ രാക്ഷസൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമേറ്റെടുത്തതിനു ശേഷം 1 വർഷം കഴിഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ചാണക്യൻ തീരുമാനിച്ചു. അതിനനുസരിച്ച് ദുർധാര എന്ന പെൺകുട്ടിയുമായി ചന്ദ്രഗുപ്ത മൗര്യന്റെ വിവാഹം നടത്തി. ദുർധാരയുടെ മാതാപിതാക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണ് എന്ന് ചില രേഖകളിൽ കാണുന്നു. ധനനന്ദ മഹാരാജാവിന്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണ് ദുർധാര എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ധനനന്ദ മഹാരാജാവിന്റെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് അനുകൂലികളിൽ നിന്നും ചന്ദ്രഗുപ്ത മൗര്യനോടുള്ള ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി ദുർധാരയെ ചന്ദ്രഗുപ്ത മൗര്യന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചാണക്യൻ ചെയ്തത് എന്നും പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമേറ്റെടുത്തതിനു ശേഷം 1 വർഷം കഴിഞ്ഞെങ്കിലും ചില ഉദ്യോഗസ്ഥരും മന്ത്രിമാരിൽ ചിലരും ഇപ്പോഴും അഴിമതിക്കാരാണെന്നും രാജ്യത്ത് അഴിമതികൾ കുറഞ്ഞിട്ടില്ല എന്നും ചാണക്യന് വിവരം ലഭിച്ചു. ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും യോഗം വിളിക്കണമെന്ന് ചാണക്യ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ യോഗം വിളിച്ചു. ഭരണം ജനങ്ങളിലെത്തുന്നത് മന്ത്രിമാരിലൂടെയും ഉദ്യോഗസ്ഥരിലൂടെയുമാണ്. രാജാവ് നല്ലവനും സംശയത്തിന് അതീതനുമായിരിക്കണം. എങ്കിൽ മാത്രമേ ജനവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയൂ. രാജാവിനെ നേരിട്ട് പ്രജകൾക്ക് കാണാൻ സുരക്ഷിത കാരണങ്ങളിൽ പലപ്പോഴും സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് പൊതുജനങ്ങൾ പരാതി പറയാനെത്തുന്നത് മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും ആണ്. അവരാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായി നേരിട്ട് സംവേദിക്കുന്നത്. ഭരണത്തെ ജനങ്ങൾ നോക്കിക്കാണുന്ന കണ്ണാടിയാണ് ഉദ്യോഗസ്ഥർ. അവർ അഴിമതിരഹിതരും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അനുഭാവപൂർണമായ പരിഹാരങ്ങൾ കാണുകയും ചെയ്താൽ രാജാവിന്റെ ഭരണം നല്ലതാണെന്ന് ജനങ്ങൾ കരുതും. രാജ്ഞി ധർമ്മിണി ധർമ്മിഷ്ഠ പാപേ പാപ സമേ സമ രാജാനമനുവൽത്തതേ യഥാ രാജ തഥാ പ്രജ. രാജാക്കന്മാർ പ്രജാക്ഷേമരും ധർമ്മിഷ്ഠരുമാണെങ്കിൽ പ്രജകളും അത്തരത്തിലുള്ളവരായിരിക്കും. രാജാക്കന്മാർ ദുഷ്ടന്മാരും പ്രജകളെ ഹിംസിക്കുന്നതിനു പോലും മടി കാണിക്കാത്തവരുമാണെങ്കിൽ പ്രജകളും ആ വഴി തന്നെ സ്വീകരിക്കുന്നു. രാജാവ് എങ്ങനെയുള്ളവനാണോ പ്രജകളും അങ്ങനെ തന്നെയായിരിക്കും. നാം നിത്യം കണ്ടുവരുന്ന ഒരു വസ്തുതയാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു ചാണക്യൻ വിവരിക്കുന്നത്. ഭരണാധികാരികൾ എപ്രകാരമുള്ളവരാണ് അതുപോലെയായിരിക്കും ആ നാട്ടിലെ ജനങ്ങളും. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഭരണാധികാരികൾ ജനക്ഷേമത്തിൽ താൽപ്പര്യമുള്ളവരും ധർമ്മിഷ്ഠരുമാകണമെന്ന സന്ദേശമാണ് ഈ ശ്ലോകം നമുക്ക് നൽകുന്നത്. ഒരു രാജ്യത്ത് നീതിയും നിയമവും നടപ്പാക്കണമെങ്കിൽ ധർമാധിഷ്ഠിത ഭരണം നടത്തുന്ന ഭരണാധികാരി ഉണ്ടായിരിക്കണം. ജനങ്ങൾക്ക് മാതൃകയാകത്തക്ക വിധം സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സൽഭരണത്തിലൂടെ ജനങ്ങളെയും ആ വഴിയിലൂടെ കൊണ്ടുവരാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കണം. ഗാന്ധിജി പറയുന്നത് പോലെ ഒരു ഭരണാധികാരിയുടെ ആന്തരികമായ പരിശുദ്ധി എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ജനങ്ങളുടെ മേൽ അവർക്കുള്ള സ്വാധീനം വർദ്ധിക്കും. ഭരണകർത്താവ് സത്യനിഷ്ഠയുള്ളവനാണെങ്കിൽ കൽപ്പിക്കാതെ തന്നെ പൗരന്മാർ അദ്ദേഹത്തിന്റെ ഉദ്ദേശാനുസരണം പ്രവർത്തിക്കും. ഭരിക്കുന്നവരും ഉന്നത ഉദ്യോഗസ്ഥരും നാടിന്റെ കണ്ണാടിയാണെന്നും ആ കണ്ണാടിയിലൂടെ ഭരണകൂടത്തെ ജനങ്ങൾ വീക്ഷിക്കുന്ന രീതിയും ചാണക്യൻ അവതരിപ്പിക്കുകയാണ്. മാറ്റങ്ങൾ വരുത്തേണ്ടത് മുകൾത്തട്ടിൽ നിന്നാണ്. അവർക്കാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാനും നിയമങ്ങൾ നിർമ്മിക്കാനും മാതൃക കാണിച്ചു കൊടുക്കുവാനും സാധിക്കുന്നത്. ഭരിക്കുന്നവർ എങ്ങനെയാണോ അതിനനുസരിച്ച് ഭരിക്കപ്പെടുന്നവരും മാറും. ചാണക്യന്റെ ഈ വരികൾ എല്ലാ കാലത്തും പ്രസക്തമാണു താനും.
ശത്രുക്കളിൽ നിന്നുള്ള വിഷപ്രയോഗം മൂലം ചന്ദ്രഗുപ്ത മൗര്യൻ കൊല്ലപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കിയ ചാണക്യൻ ചെറിയ അളവിൽ വിഷം ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭക്ഷണത്തിൽ ചേർക്കുന്നതിനു വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്നു. ഇങ്ങനെ ചെറിയ അളവിൽ മാസങ്ങളോളം വിഷം കഴിക്കുകയാണെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും എത്ര വലിയ വിഷമേറ്റാലും ചന്ദ്രഗുപ്ത മൗര്യന് ജീവൻ അപകടമുണ്ടാകാതിരിക്കാൻ സാധിക്കുമെന്നും ഭിഷഗ്വരൻ കൂടിയായ ചാണക്യന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടുമുതലേ ചന്ദ്രഗുപ്ത മൗര്യന് നൽകുന്ന ഭക്ഷണത്തിൽ ചാണക്യൻ ചെറിയ അളവിൽ വിഷം ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. വളരെ നേരിയ അളവിൽ കാഠിന്യം കുറയ്ക്കുന്നതിനു വേണ്ടി പലവിധ പച്ചമരുന്നുകളും ചേർത്ത് വളരെ അപകടം കുറഞ്ഞ രീതിയിൽ മരുന്നു പരിവർത്തനം ചെയ്താണ് തന്റെ വിഷപ്രയോഗം ചാണക്യൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വിവരങ്ങളെല്ലാം ചന്ദ്രഗുപ്ത മൗര്യനിൽ നിന്നും മറച്ചുവെക്കുകയാണ് ചാണക്യൻ ചെയ്തത്. അതിനാൽ വസ്തുതകളൊന്നുമറിയാതെ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിനായി ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ ഭാര്യയായ ദുർധാരയെ കൂടി ക്ഷണിച്ചു. ദുർധാര പൂർണ്ണ ഗർഭിണിയായിരുന്നു. പ്രസവിക്കാൻ 2-3 ദിവസം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ചന്ദ്രഗുപ്ത മൗര്യനോട് ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ച ദുർധാരയ്ക്ക് പെട്ടെന്ന് ബോധക്ഷയം വന്നു. പരിഭ്രമിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യനെ വിളിക്കാൻ ഉത്തരവിട്ടു. ചന്ദ്രഗുപ്ത മൗര്യനൊപ്പമിരുന്ന് ഭക്ഷണം കഴിച്ച ഭാര്യ ബോധം കെട്ടു വീണ വിവരം ചാണക്യൻ അറിഞ്ഞു. ഭക്ഷണമുറിയിലെത്തി ബോധം കെട്ടുകിടക്കുന്ന ദുർധാരയെ നോക്കിയപ്പോൾ ചാണക്യന് തോന്നി, ഒരുപക്ഷെ ദുർധാര രക്ഷപ്പെട്ടാൽ വയറിൽ കിടക്കുന്ന കുഞ്ഞു മരിക്കാൻ സാധ്യതയുണ്ട്. ചാണക്യൻ ഉടൻ തന്നെ ഭിഷഗ്വരന്മാരെ എല്ലാം വിളിപ്പിച്ചു. കൊട്ടാരം വൈദ്യന്മാർ എല്ലാം ഉടൻ സ്ഥലത്തെത്തി. കുഞ്ഞിനെ പുറത്തെടുക്കാൻ ചാണക്യൻ ആജ്ഞാപിച്ചു. ഉടൻ തന്നെ ദുർധാരയുടെ വയറുകീറി കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു ചെറിയ തുള്ളി വിഷം എത്തിയിരുന്നു. കുഞ്ഞിന്റെ നെറ്റിയിൽ ചെറിയ ഒരു പൊട്ടുപോലെ അത് കാണപ്പെട്ടു. തുള്ളി എന്ന പദത്തിന് സംസ്കൃതത്തിൽ ബിന്ദു എന്നാണ് പറയുന്നത്. നെറ്റിയിൽ ഒരു ചെറിയ അടയാളമുള്ളവൻ എന്ന അർത്ഥത്തിൽ ബിന്ദുസാരൻ എന്ന് രാജകുമാരന് പേരിട്ടു. കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെങ്കിലും ദുർധാര മരിച്ചു. ഈ ബിന്ദുസാരൻ എന്ന കുഞ്ഞാണ് പിന്നീട് പ്രശസ്തനും മഹാനുമായ അശോക ചക്രവർത്തിയുടെ പിതാവ്. ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം ബിന്ദുസാരൻ അധികാരമേറ്റെടുത്തു. ബിന്ദുസാരനു ശേഷം മകനായ അശോകൻ ഭരണാധികാരിയായി. പിന്നീട് അശോക ദ ഗ്രേറ്റ് എന്നറിയപ്പെട്ട മഹാനായ അശോക ചക്രവർത്തി എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഈ കഥ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. ചില ബുദ്ധ-ജൈന കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയതാണ് ഈ കഥ. മഗധയിലെ സംഭവവികാസങ്ങളെല്ലാം പർവ്വതക രാജധാനിയിൽ താമസിക്കുന്ന അമാത്യ രാക്ഷസൻ അറിഞ്ഞു. ചാണക്യന്റെ സഹായമുള്ളിടത്തോളം കാലം ചന്ദ്രഗുപ്ത മൗര്യൻ എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യും എന്ന് അമാത്യ രാക്ഷസന് മനസ്സിലായി. ചന്ദ്രഗുപ്ത മൗര്യനെയും ചാണക്യനെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റിയാൽ മാത്രമേ തന്റെ പദ്ധതികൾ വിജയിക്കുകയുള്ളൂ എന്ന് അമാത്യ രാക്ഷസന് ബോധ്യപ്പെട്ടു. ദുർധാരയുടെ മരണം ഒരവസരമാക്കി ഉപയോഗിക്കുവാൻ രാക്ഷസൻ തീരുമാനിച്ചു. ചാണക്യൻ വിചാരിച്ചിരുന്നു എങ്കിൽ ദുർധാര മഹാറാണിയെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നും രാജ്ഞിയോട് എന്തോ അനിഷ്ടം തോന്നിയ ചാണക്യൻ കിട്ടിയ അവസരം മുതലാക്കി മഹാറാണിയെ വധിക്കുകയായിരുന്നു എന്നും അമാത്യ രാക്ഷസൻ ചാരന്മാർ മുഖേന പറഞ്ഞു പരത്തി. ഈ വാർത്ത ചന്ദ്രഗുപ്ത മൗര്യന്റെ ചെവിയിലുമെത്തി. കിട്ടിയ അവസരം ചാണക്യനോട് വിരോധമുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉപയോഗിച്ചു. അവർ ചാണക്യനെതിരെ മഹാരാജാവിനോട് ഏഷണി പറഞ്ഞുകൊണ്ടേയിരുന്നു. ബിന്ദുസാരൻ രക്ഷപ്പെടുത്തിയെങ്കിലും ദുർധാര മരിച്ചതിൽ ചന്ദ്രഗുപ്ത മൗര്യന് വളരെയധികം ദുഃഖമുണ്ട്. ചാണക്യന് വേണമെങ്കിൽ തന്റെ പത്നിയെ കൂടി രക്ഷപ്പെടുത്താമായിരുന്നു എന്നൊരു തോന്നൽ എങ്ങനെയോ ചന്ദ്രഗുപ്ത മൗര്യന്റെ മനസ്സിലെത്തി. മഗധയിലെ ഈ സംഭവ വികാസങ്ങളെല്ലാം പർവ്വതക രാജധാനിയിൽ താമസിക്കുന്ന രാക്ഷസൻ അറിഞ്ഞു. അനുകൂലമായ സാഹചര്യം മുതലെടുത്ത് ചാണക്യനെയും ചന്ദ്രഗുപ്ത മൗര്യനെയും തമ്മിൽ പിണക്കുന്നതിനു വേണ്ടി തന്റെ പാർശ്വവർത്തികളായ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും അമാത്യ രാക്ഷസന്റെ ചാരന്മാർ സമീപിച്ചു. ഇതിനനുസരിച്ചു ചാണക്യനെയും ചന്ദ്രഗുപ്ത മൗര്യനെയും തമ്മിൽ തെറ്റിപ്പിരിക്കുന്നതിനു വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യനെ ചാണക്യൻ നിയന്ത്രിക്കുകയാണെന്നും ചാണക്യന്റെ കയ്യിലെ വെറും കളിപ്പാവ മാത്രമാണ് ചന്ദ്രഗുപ്ത മൗര്യനെന്നും അമാത്യ രാക്ഷസന്റെ ചാരന്മാർ മഗധയിൽ പറഞ്ഞു പരത്തി. ഇക്കാര്യം ചാരന്മാർ മുഖേന മഹാരാജാവായ ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും അറിയുന്നു. മഗധയിലെ ജനങ്ങളും മന്ത്രിമാരും ഇക്കാര്യം ചർച്ച ചെയ്യുന്നു. പലരും ചന്ദ്രഗുപ്ത മൗര്യനെ ചാണക്യൻ നിയന്ത്രിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ചാണക്യന്റെ ഈ നിയന്ത്രണം മഹാരാജാവിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ആയതിനാൽ ഇത് നിയന്ത്രിക്കണമെന്നും പല മന്ത്രിമാരും രാജാവിനെ ഉപദേശിക്കുന്നു. ആ ഇടയ്ക്ക് ഒരു ദിവസം ചാണക്യന്റെ അഭാവത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു രാജസദസ്സ് വിളിച്ചുകൂട്ടുന്നു.
കൗമുദി ഉത്സവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ സദസ്സ് വിളിച്ചുകൂട്ടിയത്. കാർത്തിക മാസത്തിലെ പൗർണമി നാളിലാണ് കൗമുദി ഉത്സവം നടത്തുന്നത്. എന്നാൽ ചാണക്യന്റെ അഭാവത്തിൽ ഇക്കാര്യം പ്രഖ്യാപിക്കാൻ ആദ്യം ചന്ദ്രഗുപ്തൻ ഒന്നു മടിച്ചു. ചാണക്യനില്ലാതെ ഈ തീരുമാനമെടുക്കാൻ മടിക്കുന്നത് മഹാരാജാവിന് ചേർന്നതല്ലെന്നും ശത്രുക്കൾ അപവാദം പറഞ്ഞു പരത്തുമെന്നും മന്ത്രിമാർ ഉപദേശിച്ചു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ഇതിനനുസരിച്ച് കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ കൗമുദി ഉത്സവം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചതായി ചന്ദ്രഗുപ്ത മൗര്യൻ വിളംബരം പുറപ്പെടുവിച്ചു. ഈ വിവരമറിഞ്ഞ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ കാണാനെത്തുന്നു. അപ്പോൾ ചില മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ചന്ദ്രഗുപ്ത മൗര്യന്റെ സമീപം ഉണ്ടായിരുന്നു. ചാണക്യൻ പറഞ്ഞു, പണ്ട് ധനനന്ദ മഹാരാജാവ് കൗമുദി ഉത്സവം നടത്താൻ തീരുമാനിച്ചപ്പോൾ എല്ലാ മന്ത്രിമാരും അതിനെ അനുകൂലിച്ചു. എന്നാൽ ഞാൻ മാത്രമാണ് അതിനെ എതിർത്തത്. കാരണം രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് കൗമുദി ഉത്സവത്തിന്റെ പേരിൽ ധനം ദുർവിനിയോഗം ചെയ്യുന്നത് ശരിയല്ല. ഇതിൽ അതൃപ്തി തോന്നിയ ധനനന്ദ മഹാരാജാവ് എന്നെ തടവിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് ഞാൻ അങ്ങയുടെ രാജഗുരുവായത്. ഇപ്പോൾ അതേ കാര്യമാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങ് രാജ്യഭരണം ഏറ്റെടുത്തിട്ട് അധികകാലമായിട്ടില്ല. രാജ്യത്തിന്റെ ഖജനാവ് കൗമുദി ഉത്സവം നടത്തുന്നതോടെ കാലിയാവും. ഈ സമയം അങ്ങ് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് രാജ്യത്തിന്റെ ധനം ഉപയോഗിക്കേണ്ടത്. കൂടാതെ രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും നമ്മുടെ കയ്യിലായിട്ടില്ല. അമാത്യരാക്ഷസന്റെ കുബുദ്ധിയിൽ നമ്മൾ ഏതു നിമിഷവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ശത്രുക്കൾ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറാനും സാധ്യതയുണ്ട്. ആയതിനാൽ അങ്ങീ വിളംബരം പിൻവലിക്കണം. ചാണക്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാരാജാവിന്റെ തീരുമാനമറിയാൻ മന്ത്രിമാരും രാജസദസ്സിലുള്ളവരും ആകാംക്ഷയോടെ രാജാവിനെ നോക്കി. അപ്പോൾ രാജാവ് കുറച്ചുനേരം ആലോചിച്ചതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ അധികാരം എന്റെ കയ്യിലാണ്. ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് ജനങ്ങൾക്ക് എന്നോടുള്ള ബഹുമാനം നഷ്ടമാവുകയേ ഉള്ളൂ. അതിനാൽ കൗമുദി ഉത്സവം നടത്തുക തന്നെ ചെയ്യും. ഇത് കേട്ട് ചാണക്യൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നു. തന്റെ സേവകരെ കൊണ്ട് രാജവിളംബരം എന്ന വ്യാജേന ഒരു വിളംബരം നടത്തി. ശത്രുക്കളുടെ കടന്നുകയറ്റവും രാജ്യത്തിന്റെ മോശമായ സാമ്പത്തിക സ്ഥിതിയും കാരണം ഈ വർഷം കൗമുദി ഉത്സവം ഉണ്ടായിരിക്കുന്നതല്ല. ഈ സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചു. മഹാരാജാവിന്റെ തീരുമാനത്തിന് മീതെ ചാണക്യന്റെ വിളംബരം. മഹാരാജാവ് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കാൻ ചാണക്യൻ എന്ത് അധികാരം? മാത്രവുമല്ല, ചാണക്യൻ വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നത് മഹാരാജാവിന്റെ വിളംബരം എന്ന വ്യാജേനയാണ്. വധശിക്ഷ നൽകേണ്ട കുറ്റമാണ് ചാണക്യൻ ചെയ്തിരിക്കുന്നത്. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചന്ദ്രഗുപ്ത മൗര്യനോട് പറഞ്ഞു, കൊട്ടാര രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാക്കാൻ അമാത്യരാക്ഷസന്റെ ചാരന്മാർ അഹോരാത്രം പണിപ്പെട്ടു. ചാണക്യൻ തന്നെ അനാവശ്യമായി നിയന്ത്രിക്കുന്നു എന്നൊരു തോന്നൽ വളരെ കാലമായി ചന്ദ്രഗുപ്ത മൗര്യന്റെ മനസ്സിൽ വളരുന്നുണ്ടായിരുന്നു. രാജ്ഞിയായ ദുർധാരയുടെ മരണത്തോടെ ചാണക്യനോടുള്ള അതൃപ്തി വളർന്നു. ഇപ്പോൾ കൗമുദി ഉത്സവം നടത്താനുള്ള രാജകൽപ്പനയെ എതിർക്കുകയും രാജവിളംബരം എന്ന പേരിൽ പുതിയ വിളംബരം ചാണക്യൻ പുറപ്പെടുവിക്കുകയും ചെയ്തതോടെ ഇനി വെറുതെ നോക്കി നിന്നാൽ അധികാരം മുഴുവനും ചാണക്യൻ കൈയടക്കുകയും തന്നെ പുറത്താക്കുകയും ചെയ്യുമെന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ ഊഹിച്ചു. ഒടുവിൽ ചാണക്യനെ പുറത്താക്കിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ വിളംബരം പുറപ്പെടുവിച്ചു. തന്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചിറങ്ങിയത് മനസ്സിലാക്കിയ ചാണക്യൻ കൊട്ടാരം വിട്ടിറങ്ങി. വീട്ടിലെത്തിയ ചാണക്യൻ ആലോചിച്ചു, ജീവിതത്തിൽ എന്തൊക്കെയോ പരിവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ന് ശരി എന്ന് തോന്നുന്നത് നാളെ തെറ്റായി മാറും. ഇന്നത്തെ മിത്രങ്ങൾ നാളത്തെ ശത്രുക്കളായി മാറും. രാജ്യത്തിന്റെ ധനസ്ഥിതിയും സാമ്പത്തികമായ കെട്ടുറപ്പുകളും നോക്കാതെ സാധാരണക്കാരന് നൽകേണ്ട ആനുകൂല്യങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെക്കുകയാണെങ്കിൽ ഏതു രാജ്യവും രാജാവും മാത്രമല്ല, അപ്രകാരം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്നവരും നശിച്ചുപോകും. ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനിടയിൽ എന്തെങ്കിലും എഴുതി വയ്ക്കാൻ കുറേ നാളുകളായി സമയം കിട്ടിയിരുന്നില്ല. ഇനി കുറച്ചു ദിവസത്തേക്ക് വിശ്രമിക്കാം. ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും കുറിച്ചു വയ്ക്കാം. ചാണക്യൻ എഴുത്തോലയും നാരായവും കയ്യിലെടുത്ത് ഇങ്ങനെ എഴുതി: അന്നഹീനോ ദഹേദ് രാഷ്ട്രം മന്ത്രഹീനച്ച ഋതുജ യജമാനം ദാനഹീനോ നാസ്തി യജ്ഞസമോരിപു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഭക്ഷ്യവരുമാനവും ചെലവഴിച്ച് യജ്ഞമോ യാഗമോ നടത്തരുത്. അത് തികച്ചും തെറ്റും പ്രജകൾക്കെതിരുമാണ്. പ്രജകളോട് വേണ്ട സ്നേഹമോ സഹാനുഭൂതിയോ ഇല്ലാത്തവരാണ്
ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. എത്ര ദാരിദ്ര്യമുണ്ടായാലും വിത്തെടുത്ത് കുത്തരുത് എന്നൊരു പ്രമാണം നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ആശയം തന്നെയാണ് ഗുരു ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ആയാലും കുടുംബത്തിൻ്റെ ആയാലും നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ മുഴുവൻ വരുമാനവും ആഘോഷങ്ങൾക്കായി ചിലവഴിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചാണക്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ ബഹുലമായ ജീവചരിത്രം ചാണക്യൻ എന്ന പേരിൽ ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടി നസീർ ഖാൻ സാഹിബ് ആണ് വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഡിസി ബുക്സിന്റെ എല്ലാ ശാഖകളിലും പുസ്തകം ലഭ്യമാണ്. പുസ്തകം ഡിസി ബുക്സിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈൻ ആയി വാങ്ങാവുന്നതാണ്. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി. ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും ശത്രുക്കളായി മാറി. ചാണക്യനെ മഹാരാജാവ് ചവിട്ടിപ്പുറത്താക്കി. നാട്ടിൽ പല വാർത്തകളും പ്രചരിച്ചു. അമാത്യരാക്ഷസൻ ചാരന്മാർ മുഖേന ഈ വിവരം അറിയുന്നു. ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും പിണങ്ങിപ്പിരിഞ്ഞിരിക്കുന്ന ഈ അവസരമാണ് മഗധ ആക്രമിക്കുവാൻ പറ്റിയ സമയമെന്ന് പർവ്വതക രാജാവായ മലയകേതുവിനെ അമാത്യരാക്ഷസൻ അറിയിക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യനെ ആക്രമിക്കുമ്പോൾ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി വേണം യുദ്ധത്തിന് പുറപ്പെടുവാനെന്ന് അമാത്യരാക്ഷസൻ മലയകേതുവിനെ ഉപദേശിക്കുന്നു. നമുക്ക് എവിടെ നിന്നും സഹായം കിട്ടുമോ ആ സഹായമെല്ലാം സ്വീകരിക്കണം. സാമന്ത രാജാക്കന്മാരെയും കൂട്ടിച്ചേർത്ത് ഒരു സംയുക്ത ആക്രമണം നടത്തണം, അമാത്യരാക്ഷസൻ പറഞ്ഞു. അമാത്യരാക്ഷസന്റെ ഉപദേശം സ്വീകരിച്ചു മലയകേതു സാമന്ത രാജാക്കന്മാർക്ക് സന്ദേശം അയക്കുന്നു. പർവ്വതക രാജ്യത്തിന്റെ സാമന്ത രാജാക്കന്മാരായ കൗർ ദേശത്തിലെ രാജാവ് ചിത്രവർമ്മൻ, കാശ്മീരിലെ രാജാവ് പുഷ്കരൻ, സിന്ദൂരദേശത്തെ രാജാവ് പുഷ്പാങ്കദൻ, മലയത്തെ രാജാവ് സിംഹനാഥൻ, പാരസീക് ദേശത്തെ രാജാവ് മേഘനാഥൻ തുടങ്ങിയവർ തങ്ങളുടെ സൈന്യവുമായി പർവ്വതക രാജാവായ മലയകേതുവിനെ സഹായിക്കുവാനായി എത്തുന്നു. ഈ 5 രാജാക്കന്മാർക്കും അവർ മഗധയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിലായി അവരുടെ സേനയെ വിന്യസിക്കുവാൻ അമാത്യരാക്ഷസൻ നിർദ്ദേശം നൽകുന്നു. മഗധയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അവർ ആക്രമിച്ചു മുന്നേറണമെന്നും മലയകേതുവിന്റെ സൈന്യം വടക്കുഭാഗത്തു നിന്നും ആക്രമിച്ചു മുന്നേറണമെന്നും തലസ്ഥാനത്തെത്തുമ്പോൾ ഈ 5 രാജാക്കന്മാരും അവരുടെ സൈന്യവും മലയകേതുവിന്റെ സൈന്യവും ഒരുമിച്ച് കൊട്ടാരം വളയണമെന്നും അമാത്യരാക്ഷസൻ മലയകേതുവിനോട് നിർദ്ദേശിക്കുന്നു. അമാത്യരാക്ഷസന്റെ നിർദ്ദേശങ്ങൾ മലയകേതു സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നു. നിർദ്ദേശങ്ങൾ വളരെ പ്രായോഗികവും വിജയപ്രദവുമാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അതിനനുസരിച്ച് സേനാവിന്യാസം നടത്തുവാൻ നിർദ്ദേശങ്ങൾ നൽകുന്നു. മഗധ ആക്രമിക്കുന്നതിനു വേണ്ടി മലയകേതു വൻ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുന്ന വിവരം ചാരന്മാർ മുഖേന ചന്ദ്രഗുപ്ത മൗര്യൻ അറിയുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ ഉടൻ തന്നെ രാജസദസ്സു വിളിച്ചുകൂട്ടി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കുവാൻ മന്ത്രിമാർക്കോ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞില്ല. അവർ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി അമാത്യരാക്ഷസനും ചാണക്യനുമാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. മലയകേതുവിന്റെ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനങ്ങളൊന്നും എടുക്കാതെ രാജസഭ പിരിഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യന് താൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. പുറത്തുനിന്നും അകത്തുനിന്നും തനിക്ക് ശത്രുക്കളാണ്. തന്റെ നാശം കാണാൻ വേണ്ടിയാണ് തൻ്റെ കൂടെയുള്ള പലരും ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ചന്ദ്രഗുപ്ത മൗര്യന് മനസ്സിലായി. ചാണക്യൻ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഓർമ്മയിലെത്തി. സുഹൃത്തുക്കളെയും സഹായികളെയും തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കരുതൽ വേണം. ചാണക്യൻ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിരുന്നു. പ്രതാപകാലത്ത് പലരും അടുത്തുകൂടും. ഏഷണി പറഞ്ഞും തമ്മിലടിപ്പിച്ചും അവർ തങ്ങളുടെ കാര്യങ്ങൾ സാധിക്കും. ആപത്ത് വരുമ്പോഴാണ് യഥാർത്ഥ മിത്രത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത് താദൃശ്യം മിത്രം വിഷകുംഭം പയോമുഖം. നമ്മെ നേരിൽ കാണുമ്പോൾ മുഖസ്തുതി പറയുകയും പുകഴ്ത്തുകയും അകന്നു നികഴ്ത്തുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെന്ന് ഭാവിക്കുന്നവരെ ഒരിക്കലും അടുത്തു നിർത്തരുത്. കാരണം അവർ മേൽത്തട്ടിൽ പരന്നു കിടക്കുന്ന വെണ്ണയോടും അടിത്തട്ടിൽ വിഷലിപ്തമായ ജലത്തോടും കൂടിയ പാത്രമാണ്. ഒരു സുഹൃത്തിനെ നിരീക്ഷിക്കാനും പഠിക്കുവാനും നാം വളരെയേറെ ജാഗ്രത കാണിക്കണം. ശത്രുക്കൾ നമ്മെ ആക്രമിക്കുന്നത് നേരിട്ടാണ്. മിത്രങ്ങളെന്ന് ഭാവിക്കുന്ന വഞ്ചകരാകട്ടെ അന്ധകാരത്തിലും പ്രകാശത്തിലും നമ്മെ തകർത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. നേരിട്ട് നമ്മെ ആക്രമിക്കുന്ന ശത്രുവിനെ നേരിടുന്നത് പോലെ എളുപ്പമല്ല ഇത്തരക്കാരെ നേരിടൽ.
നാം ഇവരെ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഏതാണ്ട് എല്ലാം പൂർണ്ണമായി നശിച്ചിരിക്കും. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ സുഹൃത്തുക്കളെ തിരിച്ചറിയുകയും വഞ്ചകരിൽ നിന്ന് അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഗുരു ചാണക്യൻ നമ്മോട് ആവശ്യപ്പെടുന്നു. മാതാപിതാക്കളും അധികാരങ്ങളും നഷ്ടപ്പെട്ടൊരു നാടോടി ബാലനായി നടന്ന തന്നെ ഈ പദവിയിലെത്തിച്ച ചാണക്യനോട് കാണിച്ചത് വളരെ നന്ദികേടായിപ്പോയി. ചാണക്യന്റെ അഭാവം തന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തുകയാണ്. ചാണക്യന് വീണ്ടും തിരിച്ചു വിളിക്കണമെന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ തീരുമാനിക്കുന്നു. മലയകേതു മഗധയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നും തന്റെ ചുറ്റും കൂടിയ പല മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സ്വാർത്ഥ താൽപ്പര്യമുള്ളവരാണെന്നും ചാണക്യനോട് താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പപേക്ഷിക്കുന്നു. ഈ സമയത്ത് അങ്ങ് തിരിച്ചു വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു സന്ദേശം തയ്യാറാക്കി തന്റെ ഏറ്റവും വിശ്വസ്തനായ ദൂതൻ വശം ചാണക്യന് കൊടുത്തയച്ചു. ചാണക്യൻ ഇപ്രകാരം മറുപടി എഴുതി: ഞാൻ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി കുട്ടികളെ പഠിപ്പിക്കുക എന്ന കർമ്മത്തിൽ കടക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. തിക്കിലും തിരക്കിലും നിന്ന് എനിക്കല്പം വിശ്രമം ആവശ്യമുണ്ട്. എങ്കിലും ഞാൻ പഠിപ്പിച്ച പല പാഠങ്ങളിലും എങ്ങനെ പ്രതിസന്ധികളെ നേരിടാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എങ്കിൽ നേരിട്ട് വരിക, നമുക്ക് സംസാരിക്കാം. എന്നെ കാണാൻ വരുന്നത് വളരെ രഹസ്യമായിട്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ചാണക്യൻ കൊടുത്തയച്ച മറുപടി വായിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന് വലിയ ആശ്വാസം തോന്നി. ഗുരു തന്നെ ശപിച്ചിട്ടുണ്ടാകുമെന്നും പ്രതിസന്ധിയിൽ തന്നെ സഹായിക്കില്ല എന്നും ഒറ്റപ്പെട്ടു പോയി എന്നുമൊക്കെയാണ് കരുതിയിരുന്നത്. എന്നാൽ ഗുരു എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഗുരുവിനെ നേരിട്ടു സന്ദർശിക്കാൻ തന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ തീരുമാനിച്ചു. ഒരു ദിവസം രഹസ്യമായി ചാണക്യനെ ചന്ദ്രഗുപ്ത മൗര്യൻ സന്ദർശിച്ചു. ചാണക്യന്റെ സന്നിധിയിലെത്തിയ ചന്ദ്രഗുപ്ത മൗര്യൻ ഗുരുവിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു, മാപ്പപേക്ഷിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനെ അനുഗ്രഹിച്ചുകൊണ്ട് ചാണക്യൻ പറഞ്ഞു: മഹാരാജാവിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. കാലത്തിനനുസരിച്ച് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അത് കാലമാറ്റത്തിൻ്റെ പ്രത്യേകതയും സ്വാഭാവികവുമാണ്. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. പ്രതിസന്ധികളെ ബുദ്ധിപൂർവം നേരിടുക എന്നതാണ് നിന്റെ കടമ. തൽക്കാലം നമ്മുടെ കൂടിക്കാഴ്ച രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഞാനും മഹാരാജാവും പിണക്കത്തിലാണ് എന്ന് തന്നെ എല്ലാവരും ധരിക്കട്ടെ. അവരുടെ ധാരണ തിരുത്തുവാൻ ശ്രമിക്കേണ്ട. നമ്മൾ തമ്മിൽ കടുത്ത ശത്രുതയിലാണെന്ന് രാജാക്കന്മാരും ശത്രുക്കളും മിത്രങ്ങളും എന്ന് ഭാവിക്കുന്നവരും കരുതിക്കോട്ടെ. അതുകൊണ്ട് മഹാരാജാവ് നേരിട്ട് ഇവിടെ സന്ദർശിക്കാൻ വരണ്ട. ആവശ്യമുള്ളപ്പോൾ വിശ്വസ്തനായ ദൂതനെ അയച്ചാൽ മതി. ഞാനും അപ്രകാരം തന്നെ വിശ്വസ്തരെ സന്ദേശങ്ങൾ കൊടുത്തയക്കാം. ഉടൻ തന്നെ ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിക്കണം. ചാണക്യനെ രാജഗുരു സ്ഥാനത്ത് നിന്നും പ്രധാനമന്ത്രി പദവിയിൽ നിന്നും നീക്കം ചെയ്തു എന്നും പകരം അമാത്യരാക്ഷസനെ മഗധയുടെ പ്രധാനമന്ത്രിയായി നിയമിച്ചു എന്നും വിളംബരം ചെയ്യണം. ഗുരു എന്തോ തന്ത്രങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യൻ പറഞ്ഞതുപോലെ വിളംബരം പുറപ്പെടുവിച്ചു. ചന്ദ്രദാസിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ അമാത്യരാക്ഷസന്റെ മുദ്രമോതിരം ചാണക്യൻ കയ്യിലെടുത്ത് പരിശോധിച്ചു. എന്നിട്ട് കുറച്ചു സമയം ആലോചിച്ചിരുന്നു. അതിനുശേഷം 2 സന്ദേശങ്ങൾ എഴുതി ഒന്നിൽ അമാത്യരാക്ഷസന്റെ മോതിരം കൊണ്ട് മുദ്ര പതിപ്പിച്ചു. എന്നിട്ട് 2 സന്ദേശങ്ങളും പ്രത്യേകം പ്രത്യേകം കവറിലാക്കി അടച്ചു. ചാണക്യൻ തന്റെ വിശ്വസ്തനായ ചാരനെ വിളിച്ചു. 2 കത്തുകളും ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു: ഇതിലൊരു കത്ത് അമാത്യരാക്ഷസന് കൊടുക്കണം. 2ാമത്തെ കത്ത് നീ കൈവശം വയ്ക്കണം. തിരിച്ചു വരുന്ന വഴിയിൽ മലയകേതു മഹാരാജാവിന്റെ ചാരന്മാർക്ക് കീഴടങ്ങണം. നിന്നെ ചോദ്യം ചെയ്താൽ ഈ കത്ത് ചന്ദ്രഗുപ്ത മൗര്യന് നൽകുന്നതിനു വേണ്ടി രാക്ഷസൻ നൽകിയതാണ് എന്ന് പറയണം. ഈ 2 കാര്യങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിക്കണം. പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ശേഷം 2 കത്തുകളും നൽകി പറഞ്ഞയച്ചു. ഈ ചാരന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടി രഹസ്യമായി വേറൊരു ചാരനെയും ചാണക്യൻ നിയോഗിച്ചു. അമാത്യരാക്ഷസനെ മഗധയുടെ പ്രധാനമന്ത്രിയായി നിശ്ചയിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ പുറപ്പെടുവിച്ച വിളംബരത്തെക്കുറിച്ച് പർവ്വതക രാജാവായ മലയകേതുവും അമാത്യരാക്ഷസനും അറിഞ്ഞു. ഇതിനെക്കുറിച്ച് അമാത്യരാക്ഷസനോട് എന്തെങ്കിലും വിശദീകരണം ചോദിക്കുവാൻ മലയകേതു തയ്യാറായില്ല. പകരം അമാത്യരാക്ഷസനെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ചാരന്മാരെ നിയോഗിച്ചു. ചാണക്യനിൽ നിന്നും പഠിച്ച ചില തന്ത്രങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യൻ പ്രയോഗിക്കുകയാണ് എന്ന് രാക്ഷസൻ കരുതി. മലയകേതുവിനും ഈ തന്ത്രത്തിന്റെ പൊരുൾ മനസ്സിലായി കാണുമെന്നും അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മലയകേതു മഹാരാജാവ് ചോദിക്കാത്തത് എന്നും അമാത്യരാക്ഷസൻ ചിന്തിച്ചു. എന്നാൽ
അമാത്യ രാക്ഷസന്റെ ഓരോ നീക്കങ്ങളും ചാരന്മാർ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മലയകേതുവിന്റെയും ചാണക്യന്റെയും ചാരന്മാർ എന്തിനും തയ്യാറായി അവസരം കാത്തുനിന്നു. അമാത്യ രാക്ഷസന്റെ ഉപദേശപ്രകാരം മലയകേതുവിന്റെ സൈന്യം മഗധയുടെ അതിരു കടന്ന് വടക്കു പ്രദേശത്തുകൂടി തലസ്ഥാനത്തേക്ക് നീങ്ങുന്നു. മഗധയുടെ ചുറ്റുമുള്ള 5 അതിർത്തി പ്രദേശങ്ങളിൽ കൂടി മലയകേതുവിന്റെ സഖ്യകക്ഷികളായ കൗർ, കാശ്മീർ, സിന്ദൂരം, പാരസീക് തുടങ്ങിയ രാജ്യങ്ങളിലെ സൈന്യങ്ങളും മഗധയുടെ തലസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഈ വിവരം ചാരന്മാരിൽ നിന്നും അറിഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യൻ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷത്തെ നേരിടുന്നതെങ്ങനെയെന്ന് ചാണക്യനുമായി രഹസ്യ ചർച്ച നടത്തുന്നു. ചാണക്യൻ പറഞ്ഞു, നമ്മുടെ സൈന്യം ഉടനെ ആക്രമണം നടത്തണ്ട. നമുക്ക് അനുകൂലമായ ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. ഏതു സാഹചര്യങ്ങളെയും നേരിടുവാൻ തക്കവണ്ണം സൈന്യത്തെ സജ്ജീകരിച്ചു നിർത്തുക. ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്യുക. അങ്ങനെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി അവരെ കൂടെ നിർത്തുക. സൈനിക ശക്തിയേക്കാൾ ജനങ്ങളുടെ പിന്തുണയാണ് പലപ്പോഴും ഒരു ഭരണകൂടത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഇതിലെല്ലാം ഉപരി ഈശ്വരനെ ആരാധിക്കണം. ഈശ്വര പൂജയിൽ ഏറ്റവും ഉത്തമമായതാണ് ദാനം. ദാനം ഏത് വിപത്തിനെയും തടയാൻ ശക്തിയുള്ള ഒരു ഈശ്വര ആരാധനയാണ്. ധർമാർത്ഥ കാമ മോക്ഷാണം യാ സൈക്കോപി ന വിദ്യതേ ജന്മജന്മാനിമർത്യശു മരണം തസ്യ കേവലം. ഈശ്വര വിശ്വാസമില്ലാത്തതും സമ്പത്തില്ലാത്തതും മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയാത്തതും മോക്ഷമാർഗം കാണാത്തതുമായ ഒരാൾ ലക്ഷ്യമൊന്നുമില്ലാതെ ജനിക്കുന്നത് പോലെ തന്നെ ജീവിക്കുകയും അതുപോലെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിൽ ഈശ്വര വിശ്വാസം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഗുരു ചാണക്യൻ. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ അടിസ്ഥാന ഘടകം ഈശ്വര വിശ്വാസമായിരിക്കണം. ദൈവത്തെ കൂടാതെയുള്ള ജീവിതം ലക്ഷ്യമില്ലാതെ വഞ്ചി തുഴയുന്നത് പോലെയാണ്. ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അവന് കഴിയില്ല. ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും വേരുകൾ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നാം എല്ലാം പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി ഒന്നുമല്ല ജനിച്ചു വീഴുന്നത്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ നമുക്കു ലഭിക്കുന്ന ശിക്ഷണമാണ് നമ്മെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നത്. സത്യവും ധർമ്മവും നീതിയും മുൻനിർത്തി സഹജീവികളെ ആദരിച്ചും സ്നേഹിച്ചും ജീവിക്കുമ്പോൾ മാത്രമാണ് ജീവിത സാക്ഷാത്കാരം പ്രാപിക്കുക. ഇപ്രകാരം ജീവിക്കുന്നതിന് നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നത് ദൈവവിശ്വാസത്തിൽ ഊന്നിയുള്ള ദർശനങ്ങളാണ്. ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണെന്ന വസ്തുത ഗുരു ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനപൂർണമായ ജീവിതത്തിന് ന്യായമായ സമ്പത്ത് ആവശ്യമാണ്. സ്വന്തം അധ്വാന ഫലമായി ആർജിക്കുന്ന സമ്പത്ത് മാത്രമേ ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഉതകുകയുള്ളൂ. സമ്പത്തുകാലത്ത് തൈപത്തു വച്ചാൽ ആപത്തുകാലത്ത് കാപത്തു തിന്നാം എന്ന പഴമൊഴി അധ്വാനിച്ച് സമ്പാദിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളുടെ ജീവിതം സന്തോഷപൂർണമായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരാളെ സ്വാർത്ഥത കൂടാതെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നാം ജനിച്ചു വീഴുന്നത് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നുമില്ലാതെയാണെങ്കിലും നല്ല ശിക്ഷണം ലഭിക്കുന്നതിലൂടെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരമാലകൾ സദാ കടലിനെ ചലനാത്മകമാക്കുന്നത് പോലെ മനുഷ്യന്റെ ജീവിതവും ചലനാത്മകമായിരിക്കണം, സജീവമായിരിക്കണം. നിശ്ചലമായ തടാകം പോലെയുള്ള ജീവിതം ഒരിക്കലും ആസ്വാദ്യകരമായിരിക്കുകയില്ല. ജനിച്ചു പോയതുകൊണ്ട് അതുപോലെ തന്നെ മരിക്കുവാനുള്ളതല്ല ജീവിതം. എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഒരു വ്യക്തിയെ നശ്വരനും അനശ്വരനുമാക്കുന്നത്. എന്തു പ്രതിസന്ധിയുണ്ടായാലും ഈശ്വര വിശ്വാസം കൈവിടരുത് എന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ വെട്ടിച്ചുരുക്കരുത് എന്നുമാണ് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ ഈ ശ്ലോകത്തിലൂടെ ഉപദേശിക്കുന്നത്. അചഞ്ചലമായ ഈശ്വര വിശ്വാസവും അതോടൊപ്പം അവശതയും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരെ സഹായിക്കുകയും ചെയ്താൽ ഏതു പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ കഴിയും. ചാണക്യൻ നൽകിയ കത്തുകളുമായി പർവ്വതക രാജ്യത്ത് എത്തിച്ചേർന്ന ചാരൻ അമാത്യ രാക്ഷസൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നു. അമാത്യ രാക്ഷസനെ കാണുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത്
ചാണക്യൻ നിയോഗിച്ച ചാരനെത്തിയെങ്കിലും അകത്തേക്ക് പ്രവേശനം ലഭിച്ചില്ല. എന്നാൽ ഏതാനും ദിവസത്തെ ശ്രമം കൊണ്ട് അമാത്യ രാക്ഷസനെ രഹസ്യമായി സന്ദർശിക്കുവാൻ ചാണക്യൻ നിയോഗിച്ച ചാരന് കഴിഞ്ഞു. അമാത്യ രാക്ഷസനെ കണ്ട് തിരിച്ചു പോകുന്ന ചാണക്യന്റെ ചാരനെ മലയക്കേതുവിന്റെ ചാരന്മാർ കാണുന്നു. അവർ കുറെ ദൂരം ചാണക്യന്റെ ചാരന്മാരെ പിന്തുടരുകയും വിജനമായ ഒരു സ്ഥലത്ത് വച്ച് അവരെ പിടികൂടി ചോദ്യം ചെയ്യുകയും ചെയ്തു. ചാണക്യന്റെ ചാരന്മാരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അമാത്യ രാക്ഷസൻ നിയോഗിച്ച ചാരന്മാരാണെന്നാണ്. അവർ ഒളിപ്പിച്ചു വച്ചിരുന്ന കത്ത് മലയക്കേതുവിന്റെ ചാരന്മാർ പിടിച്ചെടുത്തു. മലയക്കേതുവിന്റെ ചാരന്മാർ കത്ത് പൊട്ടിച്ചു വായിച്ചു. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: സർവ ആദരണീയനും പ്രജാക്ഷേമ തൽപരനും അഖണ്ഡ ഭാരതത്തിന്റെ ഭാവിയിലെ ചക്രവർത്തിയുമായ ചന്ദ്രഗുപ്ത മൗര്യൻ അറിയുന്നതിന് അങ്ങയുടെ വിനീത വിശ്വസ്ത ദാസനായ അമാത്യ രാക്ഷസൻ എഴുതുന്നത്, എന്നെ മഗധയുടെ പ്രധാനമന്ത്രിയാക്കിയതിൽ എനിക്ക് അങ്ങയോട് വളരെയധികം കടപ്പാടും ബഹുമാനവും ആദരവുമുണ്ട്. ഞാൻ അങ്ങയുടെ വിശ്വസ്തനായി എല്ലാ കാലത്തും നിലകൊള്ളും. ഞാൻ പർവ്വതക രാജ്യത്ത് തങ്ങുന്നത് മലയക്കേതുവിന്റെ രഹസ്യങ്ങൾ നീക്കങ്ങൾ മനസ്സിലാക്കുവാനും അതിനു പ്രതിവിധികൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. മലയക്കേതുവിന്റെ സഖ്യകക്ഷികളായ കൗർ ദേശത്തിലെ ചിത്രവർമ്മനെയും കാശ്മീരിലെ രാജാവായ പുഷ്കരനും സിന്ദൂരത്തിന്റെ രാജാവായ പുഷ്പാങ്കദനും മലയത്തെ രാജാവായ സിംഹനാഥനെയും പാരസിക ദേശത്തെ രാജാവായ മേഘനാഥനെയും ഞാൻ നമ്മുടെ പക്ഷത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ മലയക്കേതുവിനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിലും യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ചവർ കൂറുമാറി നമ്മോടൊപ്പം വരികയും ഈ 5 രാജാക്കന്മാരുടെയും സൈനികർ മലയക്കേതുവിനെ ഒരുമിച്ച് വളഞ്ഞിട്ടാക്രമിച്ചു വധിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ പദ്ധതികൾ. നമ്മൾ ജയിക്കുകയും മലയക്കേതുവിനെ വധിക്കുകയും ചെയ്തതിനു ശേഷം ഈ 5 രാജാക്കന്മാർക്കും നമ്മൾ സ്വതന്ത്രമായി ഭരിക്കുന്നതിനു വേണ്ടിയുള്ള അവകാശങ്ങൾ നൽകുമെന്ന് ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പർവ്വതക രാജാവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കപ്പം ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർ നമ്മുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും മഗധ മലയക്കേതുവിനെ ഭയക്കേണ്ടതില്ല. അമാത്യ രാക്ഷസന് നൽകുന്നതിനു വേണ്ടി ചന്ദ്രഗുപ്ത മൗര്യൻ നൽകിയ കത്ത് രാക്ഷസനെ ഏൽപ്പിച്ചു എന്നും അതിനുള്ള മറുപടിയാണ് ഈ കത്ത് എന്നും ചാരൻ ബോധിപ്പിച്ചു. ഈ കത്തുകളിലെ ഉള്ളടക്കങ്ങളൊന്നും തന്നെ തനിക്കറിയില്ല എന്നും ചാരന്മാർ വ്യക്തമാക്കി. ഈ കത്ത് ലഭിച്ച ഉടൻ തന്നെ ചാരന്മാർ തങ്ങളുടെ മഹാരാജാവായ മലയക്കേതുവിനെ വിവരമറിയിക്കുന്നു. ഉടൻ തന്നെ ഈ 5 രാജാക്കന്മാരെ അവർ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് രഹസ്യമായി വധിക്കുന്നതിനു വേണ്ടി സൈന്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് മലയക്കേതു നിർദ്ദേശം നൽകുന്നു. വിശ്വാസവഞ്ചകനായ അമാത്യ രാക്ഷസന്റെ താമസ സ്ഥലം പരിശോധിക്കുവാനും ഉത്തരവിടുന്നു. അമാത്യ രാക്ഷസനെ പിടികൂടി തന്റെ മുന്നിൽ ഹാജരാക്കുവാൻ മലയക്കേതു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ചാണക്യന്റെ ചാരൻ യഥാർത്ഥത്തിൽ അമാത്യ രാക്ഷസനെ നേരിട്ട് സന്ദർശിച്ചിരുന്നില്ല. അമാത്യ രാക്ഷസൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ചാണക്യൻ നൽകിയ കത്ത് രാത്രി പൂമുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം കടന്നു കളയുകയാണ് ചെയ്തത്. അമാത്യ രാക്ഷസൻ രാവിലെ ഉറക്കമുണർന്ന് പൂമുഖത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു കത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് പൊട്ടിച്ചു വായിച്ചപ്പോൾ തന്നെ മഗധയുടെ പ്രധാനമന്ത്രിയായി നിയമിച്ചുകൊണ്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ കത്തായിരുന്നു. മലയക്കേതുവും സഖ്യകക്ഷികളും മഗധയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരമൊരു കത്ത് ചാണക്യന്റെ കുശാഗ്രബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ചതിയാണ് എന്ന് മഹാബുദ്ധിമാനായ അമാത്യ രാക്ഷസന് മനസ്സിലായി. അമാത്യ രാക്ഷസനും സുസംഘടിതമായ ഒരു ചാരസംഘം ഉണ്ടായിരുന്നു. അവരിൽ നിന്നും ഉടൻ തന്നെ സന്ദേശമെത്തി. അമാത്യ രാക്ഷസനെ തടവിലാക്കുവാൻ മലയക്കേതുവിന്റെ ഭടന്മാർ പുറപ്പെട്ടു കഴിഞ്ഞു. സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല എന്ന് അമാത്യ രാക്ഷസന് മനസ്സിലായി. തൽക്കാലം ഒളിവിൽ പോകാനും അനുകൂല സന്ദർഭം വരുമ്പോൾ മലയക്കേതുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും അമാത്യ രാക്ഷസൻ തീരുമാനിച്ചു. ഇത്രയൊക്കെ ആയിട്ടും അമാത്യ രാക്ഷസനെ കണ്ടെത്താൻ കഴിയാത്തതിൽ ചാണക്യൻ അല്പം നിരാശ തോന്നി. തടവറയിൽ പാർപ്പിച്ചിരിക്കുന്ന ചന്ദനദാസനെ ഹാജരാക്കുവാൻ ചാണക്യൻ നിർദ്ദേശിച്ചു. അതിൻ പ്രകാരം ചന്ദനദാസനെ ചാണക്യന് മുമ്പിൽ ഹാജരാക്കി. ചാണക്യൻ വീണ്ടും ചന്ദനദാസനെ ചോദ്യം ചെയ്തു. അമാത്യ രാക്ഷസനോട് വളരെ വിശ്വസ്തത പുലർത്തുന്ന വ്യക്തിയാണ് ചന്ദനദാസൻ. ചന്ദനദാസനെ ചോദ്യം ചെയ്തു എങ്കിലും അമാത്യ രാക്ഷസനെ കുറിച്ച് യാതൊരു വിവരവും നൽകിയില്ല. തുടർന്ന് ചാണക്യൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. ചാണക്യൻ ചോദിച്ചു, ചന്ദ്രഗുപ്ത മൗര്യന്റെ ദുർഭരണത്തിൽ
അസന്തുഷ്ടരായ ജനങ്ങൾ ധനനന്ദ മഹാരാജാവിനെ പുകഴ്ത്തുകയാണ്. ശരിയല്ലേ? ചാണക്യന്റെ ഈ ചോദ്യത്തിലെ അപകടം ചന്ദനദാസിന് മനസ്സിലായി. അദ്ദേഹം ശരി എന്ന് ഉത്തരം നൽകിയാൽ ചന്ദ്രഗുപ്ത മൗര്യൻ ദുഷ്ടനായ ഭരണാധികാരിയായതുകൊണ്ട് ധനനന്ദ മഹാരാജാവ് നല്ലവനാണെന്ന് അർത്ഥം വരും. തെറ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യൻ ദുഷ്ടനായ ഭരണാധികാരിയായിട്ടും ധനനന്ദ മഹാരാജാവിനെ പുകഴ്ത്തുന്നില്ല എന്നർത്ഥം വരും. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവമായി ഉത്തരം നൽകി, ചന്ദ്രഗുപ്ത മൗര്യൻ നല്ല ഭരണാധികാരിയാണെന്ന് ജനങ്ങൾ പറയുന്നു. ഉടനെ ചാണക്യൻ പറഞ്ഞു, അമാത്യ രാക്ഷസൻ ചന്ദ്രദാസിന്റെ സുഹൃത്താണല്ലോ. ആപത്തു സമയത്ത് സുഹൃത്തിനെ സഹായിക്കുന്നത് മഹത്വത്തിന്റെ ലക്ഷണം തന്നെയാണ്. എന്നാൽ അമാത്യ രാക്ഷസൻ ഒരു രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യദ്രോഹിയായ അമാത്യ രാക്ഷസനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളെ രാജ്യദ്രോഹിയായി കണക്കാക്കുകയും നിങ്ങളെയും കുടുംബത്തെയും വധിക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദനദാസിന് അപകടം മണത്തു. അങ്ങനെ അമാത്യ രാക്ഷസനെ പരിചയപ്പെട്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചാണക്യനോട് പറഞ്ഞു. അമാത്യ രാക്ഷസൻ മഗധയിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷമുള്ള വിവരങ്ങളൊന്നും തന്നെ തനിക്കറിയില്ല എന്നും പിന്നീട് താനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും ചന്ദനദാസൻ പറഞ്ഞു. ചന്ദനദാസൻ പറയുന്നത് സത്യമാണെന്ന് ചാണക്യന് മനസ്സിലായി. എങ്കിലും ചന്ദനദാസനെ വീണ്ടും ജയിലിലടയ്ക്കാൻ ചാണക്യൻ നിർദ്ദേശിച്ചു. ഉടൻ തന്നെ ഒരു രാജവിളംബരം തയ്യാറാക്കി നൽകി. രാജവിളംബരം ഇങ്ങനെയായിരുന്നു: രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന അമാത്യ രാക്ഷസനെ സഹായിച്ച കുറ്റത്തിന് ചന്ദനദാസനെയും കുടുംബത്തെയും പരസ്യമായി തൂക്കിലേറ്റുവാൻ ഞാൻ ചന്ദ്രഗുപ്ത മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇന്നേക്ക് 7-ാം ദിവസം കൽപ്പന നടപ്പാക്കുന്നതായിരിക്കും. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം ഈ കൽപ്പന പെരുമ്പറ കൊട്ടി രാജ്യത്തെങ്ങും വിളംബരം ചെയ്തു. ചാണക്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ ബഹുലമായ ജീവചരിത്രം ചാണക്യൻ എന്ന പേരിൽ ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടി നസീർ ഖാൻ സാഹിബ് ആണ് വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഡിസി ബുക്സിന്റെ എല്ലാ ശാഖകളിലും പുസ്തകം ലഭ്യമാണ്. പുസ്തകം ഡിസി ബുക്സിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈൻ ആയി വാങ്ങാവുന്നതാണ്. മലയകേതുവും സഖ്യകക്ഷികളായ 5 രാജാക്കന്മാരും അവരുടെ സൈന്യവും മഗധയെ ലക്ഷ്യമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മലയകേതുവിന്റെ നിർദ്ദേശപ്രകാരം സഖ്യകക്ഷികളായ 5 രാജാക്കന്മാരെയും മലയകേതുവിന്റെ സൈനികർ രഹസ്യമായി വധിക്കുന്നു. തങ്ങളുടെ രാജാക്കന്മാർ വധിക്കപ്പെട്ട വിവരമറിഞ്ഞ് സഖ്യകക്ഷി സൈനികർ പരിഭ്രാന്തരാകുന്നു. പരിഭ്രാന്തരായ സഖ്യകക്ഷി രാജാക്കന്മാരുടെ സൈന്യം മലയകേതുവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നു. എന്നാൽ അവർക്ക് അധിക സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ പരിഭ്രാന്തരായി ചിന്നിച്ചിതറി മാതൃരാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടു. ചാരന്മാരിൽ നിന്നും സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ചാണക്യൻ ഉടൻ തന്നെ മലയകേതുവിനെ ആക്രമിക്കുവാൻ സൈന്യത്തെ അയക്കാൻ ചന്ദ്രഗുപ്ത മൗര്യന് നിർദ്ദേശം നൽകുന്നു. അതനുസരിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ സൈന്യത്തെ അയക്കുന്നു. ഏതാനും ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ മലയകേതുവിനെ ചന്ദ്രഗുപ്തന്റെ സൈന്യം ബന്ധനസ്ഥനാക്കുന്നു. മലയകേതുവിനെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും അദ്ദേഹത്തോട് മാന്യമായി പെരുമാറണമെന്നും ചാണക്യൻ നിർദ്ദേശിച്ചിരുന്നു. പർവ്വതക രാജാവായ മലയകേതുവിനെ മഗധയിലേക്ക് കൊണ്ടുവരുവാൻ ചാണക്യൻ നിർദ്ദേശിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ സംരക്ഷിച്ച ചന്ദനദാസിനെ വധിക്കുവാൻ ചന്ദ്രഗുപ്ത മൗര്യൻ തീരുമാനിച്ച വിവരം അമാത്യ രാക്ഷസൻ അറിയുന്നു. എങ്ങനെയെങ്കിലും ചന്ദനദാസിനെ രക്ഷപ്പെടുത്തണമെന്ന് അമാത്യ രാക്ഷസൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം രഹസ്യമായി മഗധയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ മഗധയിലെത്തിയ അമാത്യ രാക്ഷസനെ ചാണക്യന്റെ ചാരന്മാർ തിരിച്ചറിയുകയും പിടികൂടുകയും ചെയ്തു. അമാത്യ രാക്ഷസനെ ഉപദ്രവിക്കരുത് എന്ന് ചാണക്യൻ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. അമാത്യ രാക്ഷസനെ പിടികൂടിയാൽ ഉടൻ തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുന്നിൽ ഹാജരാക്കണമെന്നും വിവരം തന്നെ അറിയിക്കണമെന്നും ചാണക്യൻ നിർദ്ദേശിച്ചിരുന്നു. അതിനനുസരിച്ച് അമാത്യ രാക്ഷസനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുമ്പിൽ ഹാജരാക്കി. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട അമാത്യ രാക്ഷസനോട് ചാണക്യനും മഹാരാജാവും വളരെ ബഹുമാനമായി പെരുമാറുന്നു. ചന്ദ്രഗുപ്ത മൗര്യനോടും ചാണക്യനോടും ശത്രുത പുലർത്തിയ തന്നെ ശിക്ഷിച്ചുകൊള്ളാനും യാതൊരു തെറ്റും ചെയ്യാത്ത ചന്ദനദാസിനെ മോചിപ്പിക്കണമെന്നും അമാത്യ രാക്ഷസൻ അഭ്യർത്ഥിച്ചു. അമാത്യ രാക്ഷസനോട് താൻ ക്ഷമിച്ചിരിക്കുന്നു എന്നും എന്നാൽ ചന്ദനദാസിനെ മോചിപ്പിക്കണമെങ്കിൽ
മൗര്യ സാമ്രാജ്യത്തിന്റെ മഹാരാജാവായി ചന്ദ്രഗുപ്ത മൗര്യനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ചാണക്യൻ ആവശ്യപ്പെടുന്നു. അമാത്യരാക്ഷസൻ ആദ്യമൊന്ന് അമ്പരന്നു. എന്നിട്ട് ചാണക്യന്റെ അഭ്യർത്ഥന തനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ലെന്നും താൻ എപ്പോഴും നന്ദ മഹാരാജാവിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളാണെന്നും വിനയപുരസ്സരം ബോധിപ്പിക്കുന്നു. ചന്ദനദാസിനെ മോചിപ്പിക്കണമെങ്കിൽ മഗധയുടെ ഭരണാധികാരിയായി ചന്ദ്രഗുപ്ത മൗര്യനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്യണം എന്ന നിബന്ധനയിൽ മഹാരാജാവായ ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും ഉറച്ചുനിന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ചന്ദനദാസിനെ മോചിപ്പിക്കണമെന്ന നിബന്ധനയിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കണമെന്ന അമാത്യരാക്ഷസൻ സമ്മതിക്കുന്നു. ഈ സമയത്ത് യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ട പർവ്വതക മഹാരാജാവായ മലയകേതുവിനെ സൈന്യം ചന്ദ്രഗുപ്ത മൗര്യന്റെ മുമ്പിൽ ഹാജരാക്കി. മലയകേതുവിനെ എന്തു ചെയ്യണമെന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യനോട് ഉപദേശം തേടി. മഹാരാജാവേ, ഞാനിപ്പോൾ അങ്ങയുടെ പ്രധാനമന്ത്രിയല്ല, രാജഗുരു മാത്രമാണ്. രാജ്യത്തെ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് അങ്ങ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിയായ അമാത്യരാക്ഷസന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാണക്യന്റെ ഈ പ്രസ്താവനയിൽ അമാത്യരാക്ഷസൻ സന്തുഷ്ടനായി. താൻ പേരിനു മാത്രമുള്ള പ്രധാനമന്ത്രിയല്ല, എല്ലാ അധികാരങ്ങളുമുള്ള പ്രധാനമന്ത്രിയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അമാത്യരാക്ഷസൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: കഷ്ടകാല സമയത്ത് എനിക്ക് അഭയം നൽകിയ ബഹുമാന്യനായ വ്യക്തിയാണ് മലയകേതു. അതിനാൽ മലയകേതുവിനെ മോചിപ്പിക്കണം, അദ്ദേഹത്തിന് മാപ്പു നൽകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നാൽ മഹാരാജാവായ ചന്ദ്രഗുപ്ത മൗര്യനെ സംബന്ധിച്ചോളം വേറെ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ധനനന്ദ മഹാരാജാവിനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യന് മഗധയുടെ അധികാരം പിടിച്ചെടുക്കുവാൻ സഹായിച്ചത് മലയകേതുവിന്റെ പിതാവായ പർവ്വതക മഹാരാജാവാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാടും സ്നേഹവും മകനും ഇപ്പോഴത്തെ പർവ്വതക മഹാരാജാവായ മലയകേതുവിനോട് ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും കാണിക്കണമെന്നാണ് മഗധയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ എന്റെ അഭിപ്രായം. അതുകൊണ്ട് മലയകേതുവിനെ മോചിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ രാജ്യമായ പർവ്വതക രാജ്യം അദ്ദേഹത്തിന് തിരിച്ചു നൽകണമെന്നുമാണ് എന്റെ അഭിപ്രായം. അമാത്യരാക്ഷസന്റെ ബുദ്ധിപരവും നീതിപൂർവവുമായ തീരുമാനത്തെ എല്ലാവരും അംഗീകരിച്ചു. മലയകേതുവിനെ നിരുപാധികം മോചിപ്പിക്കാനും അദ്ദേഹത്തിന്റെ രാജ്യം തിരിച്ചു നൽകുവാനും ചന്ദ്രഗുപ്ത മൗര്യൻ കൽപ്പിച്ചു. ചാണക്യന്റെ ബുദ്ധിപരമായ തീരുമാനങ്ങളും അമാത്യരാക്ഷസന്റെ ഭരണപരമായ കഴിവുകളും മഗധയെ പുരോഗതിയിലേക്ക് നയിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ സാമ്രാജ്യം വിപുലീകരിച്ചുകൊണ്ടിരുന്നു. അയൽ രാജ്യങ്ങളൊക്കെ യുദ്ധം കൂടാതെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ അധികാരം അംഗീകരിക്കുകയും സാമന്ത രാജാക്കന്മാരായി തീരുകയും ചെയ്തു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വാർത്തയെത്തി: അലക്സാണ്ടർ ചക്രവർത്തി മരണപ്പെട്ടു. അദ്ദേഹത്തിനു ശേഷം പേർഷ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി മാറിയ സെലൂക്യസ് മഗധ ആക്രമിക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു. അലക്സാണ്ടറുടെ മരണത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും അറിയുന്നത്. അവരുടെ മരണവിശേഷങ്ങൾ കൂടുതലായി അറിഞ്ഞു വരുവാൻ ചാരന്മാരോട് ആവശ്യപ്പെടുന്നു. ചാരന്മാർ നൽകിയ വിവരങ്ങൾ ഇപ്രകാരമായിരുന്നു: അലക്സാണ്ടർ ചക്രവർത്തി കുളിക്കുമ്പോൾ കാൽവഴുതി വീണ് പരിക്കേറ്റു എന്നും തുടർന്ന് കുറേ ദിവസങ്ങൾ ചികിത്സയിലായിരുന്നു എന്നുമാണ് ലഭിച്ച വിശ്വസ്തമായ വിവരങ്ങൾ. അദ്ദേഹത്തിന് കടുത്ത ജ്വരം പിടിപെട്ടു. വിദഗ്ധരായ വൈദ്യന്മാരെ വരുത്തി ചികിത്സിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ രോഗം മാറിയില്ല. അവസാനം മരണാസന്നനായ സമയത്ത് അദ്ദേഹം കൂടെ നിന്ന അനുയായികളോട് ഇപ്രകാരം പറഞ്ഞു: എന്തിനായിരുന്നു യുദ്ധങ്ങളൊക്കെ? എന്തിനായിരുന്നു ഈ നാശങ്ങളൊക്കെ? എന്തിനായിരുന്നു ഈ സാമ്രാജ്യങ്ങളൊക്കെ? ഇതൊക്കെ നേടിയിട്ട് ഞാൻ എന്തു നേടി? എല്ലാം വ്യാമോഹങ്ങൾ മാത്രം. ഞാൻ മരിച്ച ശേഷം എന്റെ കൈകൾ രണ്ടും ശവപ്പെട്ടിക്ക് പുറത്തേക്കിടണം. ഞാൻ വെട്ടിപ്പിടിച്ചതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഈ ലോകമറിയട്ടെ. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പുത്രന് 10 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തന്റെ പിൻഗാമിയായി ആരെയും നിശ്ചയിച്ചിട്ടില്ല. പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് അലക്സാണ്ടർ ചക്രവർത്തി ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: ദൈവം ചിലരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ശക്തിയും അധികാരവും നൽകുകയും ചെയ്യുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് അലക്സാണ്ടർ ശക്തനായിരുന്നു.
സാമ്രാജ്യങ്ങളുടെ അധിപനുമായിരുന്നു. ഇനി ദൈവം തിരഞ്ഞെടുക്കുന്നയാൾക്ക് ഭരണം. അത്രമാത്രമേയുള്ളൂ ഈ ലോകം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണം ചാണക്യനെ ആഴത്തിൽ സ്വാധീനിച്ചു. ചാണക്യൻ പറഞ്ഞു, അലക്സാണ്ടർ ചക്രവർത്തി ഒരു മഹാൻ തന്നെയായിരുന്നു. തന്റെ അനുയായികളോടും പിടിച്ചെടുത്ത രാജ്യത്തിലെ രാജാക്കന്മാരോടും ജനങ്ങളോടും അദ്ദേഹം മാന്യമായി തന്നെ പെരുമാറി. യുദ്ധത്തിൽ പോലും അദ്ദേഹം പ്രതിപക്ഷ ബഹുമാനവും മാന്യതയും പുലർത്തി. പൗരവ രാജാവായ പുരുഷോത്തമൻ മഹാരാജാവിനോട് അദ്ദേഹം കാണിച്ച സൗഹൃദവും സൗമനസ്യവും നാം നേരിട്ട് കണ്ടതാണല്ലോ. മരണത്തിൽ പോലും അദ്ദേഹം വേറിട്ടു നിന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാനായി. അദ്ദേഹത്തെ ലോകമെന്നും ആദരിക്കും. എനിക്കും വിശ്രമിക്കാൻ സമയമായി. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രയാണത്തിനിടയിൽ ഞാനും ധാരാളം തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തെ മായാക്കാഴ്ചകൾ ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോകുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അലക്സാണ്ടർക്കു ശേഷം പേർഷ്യ ഉൾപ്പെടെ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ വരെ അധികാരം ലഭിച്ച സെലൂക്യസ് അലക്സാണ്ടറെ പോലെ മഹാനോ നീതിമാനോ ഒന്നുമല്ല. അദ്ദേഹം ഏതു സമയത്തും മഗധ ആക്രമിക്കും. അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ എന്താണ് മാർഗം? ചാണക്യനും അമാത്യ രാക്ഷസനും പരസ്പരം കൂടിയാലോചിച്ചു. അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. സെലൂക്കസിന്റെ അടുത്ത് സമാധാന സന്ദേശവുമായി ഒരു ദൂതനെ അയക്കാം. ആ ദൂതൻ വശം ഒരു കത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ കൊടുത്തയച്ചു. കത്തിൽ എഴുതിയിരുന്നത്, മഗധയും മഹാനായ സെലൂക്കസും തമ്മിലുള്ള യുദ്ധം സർവനാശത്തിന് കാരണമാകുമെന്ന് ഞാൻ ഭയക്കുന്നു. ഒരു യുദ്ധം ഒഴിവാക്കി അങ്ങുമായി സൗഹൃദത്തിൽ കഴിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു കൂടിയാലോചനയും സമയവും അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് കൂടിയാലോചനകൾക്ക് സെലൂക്കസ് തയ്യാറായി. കൂടിയാലോചനയിൽ ഇരു സാമ്രാജ്യങ്ങളും തമ്മിൽ സൗഹൃദത്തിൽ കഴിയാനും സൗഹൃദം നിലനിർത്തുന്നതിനു വേണ്ടി സെലൂക്കസിന്റെ മകൾ ഹെലീനയെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം ചെയ്യുവാനും തീരുമാനമായി. അകത്തും പുറത്തുനിന്നുമുള്ള എല്ലാ ഭീഷണികളും അവസാനിച്ച സാഹചര്യത്തിൽ മഗധയുടെ ഭരണാധികാരിയായി ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രിയായ അമാത്യ രാക്ഷസനെ മുഴുവൻ ഭരണ ചുമതലയും ഏൽപ്പിച്ച് ചാണക്യൻ സന്യാസം സ്വീകരിക്കുവാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ മുദ്രാരാക്ഷസം എന്ന സംസ്കൃത നാടകത്തിന് തിരശ്ശീല വീഴുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെയും ചാണക്യന്റെയും തുടർന്നുള്ള ജീവിതം മനസ്സിലാക്കുവാൻ ഞങ്ങൾ വളരെയധികം ഗവേഷണങ്ങൾ നടത്തി. ആധികാരികമായി വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങളുടെ അഭാവം ഞങ്ങളുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തി. എങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിക്കട്ടെ. സാമ്രാജ്യം വികസിപ്പിക്കുവാനും മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനും ചന്ദ്രഗുപ്ത മൗര്യന് സാധിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. എന്നാൽ യുദ്ധങ്ങളും ദുരിതങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുഃഖങ്ങൾ വിതച്ചു. ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള യാത്രക്കിടയിൽ താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നൊരു ബോധം ചന്ദ്രഗുപ്ത മൗര്യനെ വല്ലാതെ അലട്ടി. ജൈനമത സിദ്ധാന്തങ്ങളും ആശയങ്ങളും ആധ്യാത്മിക ചിന്തയ്ക്ക് വഴിയൊരുക്കി. 42-ാമത്തെ വയസ്സിൽ മകനായ ബിന്ദുസാരന് അദ്ദേഹം അധികാരം കൈമാറി. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതം സ്വീകരിക്കുകയും ജൈന സന്യാസിയായി തീരുകയും ചെയ്തു. ജൈന സന്യാസിയായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ് പല രേഖകളിലും കാണുന്നത്. തുടർന്ന് ഭരണമേറ്റെടുത്ത ബിന്ദുസാരൻ മഹാരാജാവ് ഇടയ്ക്കിടയ്ക്ക് ഉപദേശങ്ങൾക്കായി ചാണക്യനെ സന്ദർശിച്ചു. ചാണക്യൻ ആ സമയത്ത് സന്യാസം സ്വീകരിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ബിന്ദുസാരൻ മഹാരാജാവ് ഏതു കാര്യം നടപ്പാക്കുന്നതിനും ചാണക്യന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ബിന്ദുസാരൻ മഹാരാജാവിന്റെ മന്ത്രിയായ സുബന്ധുവിന് ഇഷ്ടപ്പെട്ടില്ല. ചാണക്യനെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ തനിക്ക് പൂർണ്ണമായ അധികാരവും സ്വാധീനവും ലഭിക്കൂ എന്ന് ഒരു ധാരണ സുബന്ധുവിനുണ്ടായി. അതുകൊണ്ട് സുബന്ധു ചില കരുനീക്കങ്ങൾ നടത്തി. ബിന്ദുസാരൻ മഹാരാജാവിന്റെ മാതാവായ ദുർധാര രാജ്ഞിയുടെ മരണത്തിന് ഉത്തരവാദി ചാണക്യനാണ് എന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. സുബന്ധുവിന്റെ നിരന്തരമായ പരദൂഷണങ്ങളും ബുദ്ധിപരമായ നീക്കങ്ങളും ബിന്ദുസാരൻ മഹാരാജാവിനും ചാണക്യന്റെ പ്രവൃത്തികളിൽ സംശയങ്ങൾ ജനിപ്പിച്ചു. ചാണക്യനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കണമെന്ന് സുബന്ധു മഹാരാജാവിനോട് നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. ചാണക്യന്റെ മരണത്തെക്കുറിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. അതിലൊന്നാമത്തേത് ഇങ്ങനെയാണ്:
സാഹചര്യങ്ങളെല്ലാം തന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് നീങ്ങുന്നതായി ബുദ്ധിമാനായ ചാണക്യൻ മനസ്സിലാക്കി. എന്നാൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മതിയാക്കി മോക്ഷപ്രാപ്തി ലക്ഷ്യമാക്കി സന്യാസം സ്വീകരിച്ച ചാണക്യൻ സുബന്ധുവിനെതിരെ തിരിച്ചടികൾക്കൊന്നും തയ്യാറായില്ല. ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു ജലസമാധിയും അഗ്നിസമാധിയും. ചാണക്യൻ തിരഞ്ഞെടുത്തത് അഗ്നിസമാധിയാണ്. തന്റെ ആശ്രമത്തിന് സ്വയം തീ കൊളുത്തി ചാണക്യൻ അഗ്നിസമാധി ചെയ്തു എന്നാണ് ഒരു അഭിപ്രായം. ബിന്ദുസാര മഹാരാജാവിന്റെ മൗനസമ്മതത്തോടെ ചാണക്യനെ നശിപ്പിക്കുന്നതിനു വേണ്ടി സുബന്ധു അർദ്ധരാത്രിയിൽ തന്റെ സേവകരെ കൊണ്ട് ചാണക്യൻ താമസിച്ചിരുന്ന ആശ്രമത്തിന് തീ കൊളുത്തി. സുബന്ധുവിന്റെ ചതിപ്രയോഗത്താൽ ചാണക്യൻ വെന്തുമരിച്ചു എന്നൊരു കഥയും നിലവിലുണ്ട്. യഥാദേനു സഹസ്രേഷു വത്സോ ഗച്ഛന്തി മാതരം തഥാ യച്ഛകൃതം കർമ്മ കർത്താരം അനുഗച്ഛതി. വളരെ വിസ്താരമുള്ള പുൽമേട്ടിൽ മേയുന്ന കാലിക്കൂട്ടങ്ങൾക്കിടയിലെ ഒരു പശുക്കുട്ടി വളരെ കൃത്യതയോടെ തന്റെ അമ്മയെ കണ്ടെത്തുന്നത് പോലെ ഓരോരുത്തർക്കുള്ള കർമ്മഫലവും കർമ്മിയെ പിന്തുടരുന്നു. ചാണക്യൻ എഴുത്തോലയിൽ കുറിച്ചിട്ട വരികളാണിത്. കർമ്മഫലം അനുഭവിക്കാതെ ഒരു കർമ്മവും പാഴായി പോകില്ല എന്നാണ് എല്ലാ മതങ്ങളും ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയെന്നോ ചാണക്യനെന്നോ ഉള്ള വ്യത്യാസം കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾക്കുമില്ല. ചില കർമ്മങ്ങളും കർമ്മഫലങ്ങളും ലോകം അറിയുന്നു, ചിലത് അറിയുന്നില്ല എന്ന വ്യത്യാസം മാത്രം. മണി ടെക് മീഡിയയ്ക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്.